ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, പ്രധാനപ്പെട്ട വാർത്തയില്ലാത്ത ദിവസങ്ങളിലാണല്ലോ കടുവയും പുലിയും ആനയും ഒക്കെ കാട് വിട്ട് നാട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം, നോക്കൂ. അവന്റെ ഗർജനം ചില ആളുകൾ ഉറങ്ങുന്നത് കണ്ടാൽ ഇതുപോലെ ഇരിക്കുമല്ലേ. പക്ഷേ ഇത് ഒറിജിനൽ ഇരിക്കുന്ന സമയത്തുള്ള ദൃശ്യങ്ങളാണ്. ഇത് ഉറങ്ങുന്ന സമയത്തുള്ള സംഭവമല്ല. പത്തനംതിട്ട കുമ്പളത്താ മണ്ണിൽ കടുവ കൂട്ടിലായതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ ഒരു ആടിനെ കടുവ ആക്രമിച്ചു കൊന്നിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഗംഭീരമായ ഇപ്പൊ കടുവ ഉറങ്ങി. ചില പരീക്ഷകൾ അങ്ങനെയാ അല്ലേ? പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ, കടുവയുടെ ഗർജനമൊക്കെ കേൾക്കാം, നല്ല ശബ്ദമുണ്ട്. അവൻ കുറച്ച് ആരോഗ്യവാനായ കടുവയാണെന്ന് തോന്നുന്നു അല്ലേ? നല്ല മുഴുത്തൊരു കടുവ അല്ലേ പ്രവീൺ? അരുൺ, ഈ കടുവയെ പിടികൂടിയ കൂട് വെച്ച് പിടികൂടിയ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. വടശ്ശേരിക്കര കുമ്പളത്താമൺ എന്ന സ്ഥലത്താണ്. വനത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഈ കാണുന്നതാണ് കൂട്. ആ കൂട്ടിൽ ഏതായാലും പെട്ടു. ഇന്നലെയൊക്കെ ഇവിടെ ഈ കടുവ ഇറങ്ങി ഭീതി വിതച്ചിരുന്നു. നാട്ടുകാരും പറയുന്നത് അവർക്കിപ്പോൾ വലിയ ആശ്വാസമായി എന്നുള്ളതാണ്. വനപാലകരൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കടുവ കൂട്ടിൽ പെട്ടു. വനപാലകർ ഇപ്പോൾ അത് ഒരു നീല പടുതയൊക്കെ ഉപയോഗിച്ച് ഇത് മുഴുവൻ മറയ്ക്കാനുള്ള ശ്രമമാണ്. കടുവയുടെ ദേഹത്ത് പരിക്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിപ്പോൾ വനപാലകർക്ക് അതിനെ അന്വേഷിക്കും, എങ്ങനെയാണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചൊക്കെ അന്വേഷിക്കും. കഴിഞ്ഞ ദിവസം ഇവിടെ ഇതേ കടുവ ഈ ഭാഗത്ത് ഇറങ്ങി ഇവിടെ ഒരു ഫാമിലുണ്ടായിരുന്ന ആടിനെ കടിച്ചു കൊന്നിരുന്നു. അങ്ങനെയാണ് നാട്ടുകാർ ഈ വിവരം അറിഞ്ഞത്. ഈ ആടിനെ കടുവ പിടികൂടുമ്പോൾ തൊട്ടടുത്ത് തന്നെ അവിടെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഉടൻ തന്നെ വനപാലകരെ വിവരം അറിയിക്കുകയും വനപാലകർ ഇവിടേക്ക് ഉടൻ തന്നെ എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏതായാലും ഈ കാണുന്നതാണ് കടുവയെ പിടികൂടിയ കടുവ കൂട്ടിലകപ്പെട്ടിരിക്കുന്നു. വനപാലകർ ഇതിനെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ്. ഇപ്പോൾ ഈ നമുക്ക് കാണാം, ഈ കൂട് സ്ഥാപിച്ചതിൻ്റെ തൊട്ട് അരികിൽ കാണുന്നത് വനമേഖലയാണ്. ഇവിടെ ഈ ഭാഗത്ത് നിന്നാണ് കടുവ ഇറങ്ങിയത്. ഇന്നലെ പിടികൂടിയ ആ ഒരു ആടിൻ്റെ അവശിഷ്ടങ്ങൾ തന്നെ ഈ കൂടിനുള്ളിൽ ഇന്നലെ വനപാലകർ സ്ഥാപിച്ചിരുന്നു. അതിനെ ചൊല്ലിയൊക്കെ ഇന്നലെ ഇവിടെ തർക്കവും നടന്നിരുന്നു. ഇപ്പം നിങ്ങൾക്കൊക്കെ വലിയ ആശ്വാസമായല്ലേ? തീർച്ചയായിട്ടും ഭയങ്കര ആശ്വാസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമായിട്ട് ഞങ്ങൾ ഉറക്കമില്ലാതിരിക്കുകയെന്നറിയോ. ഇന്നലെ അതിൻ്റെ കൂട്ടത്തിൽ ആനയും വന്നു, 6 ആന ഉണ്ടായിരുന്നില്ലേ. വല്ലാതെ നല്ല ഭയങ്കര സന്തോഷം എല്ലാവർക്കും, നാട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. എത്രയും പെട്ടെന്ന് പിടിച്ചല്ലോ. ഞങ്ങൾ ഒത്തിരി നാളത്തെ കാത്തിരിപ്പായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവർക്കും. സാർ, ഇപ്പോൾ ഈ കടുവയുടെ ദേഹത്ത് എന്തെങ്കിലും പരിക്കുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പരിക്കുകൾ, പ്രകടമായിട്ടുള്ള പരിക്കുകളൊന്നും കാണുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു ചെറിയ ഒന്ന് നോക്കുന്നുണ്ട്, ഒന്ന് പരിശോധിച്ച് അതിൻ്റെ ആരോഗ്യസ്ഥിതി ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഞങ്ങളുടെ ഒരു ടീം ഓഫ് വെറ്ററിനറി സർജന്മാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് കാണിച്ചു. എങ്ങോട്ടായിരിക്കും ഇതിനെ മാറ്റുക ഇനി? അല്ല, അത് തീരുമാനമാകുന്നതേ ഉള്ളൂ. കാര്യം ആദ്യം എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഒന്ന് നോക്കാം. ഓക്കെ, ഹെൽത്ത് കണ്ടീഷൻ ആദ്യം നോക്കണമെന്നാണ് ഇപ്പോൾ വനപാലകർ പറയുന്നത്. നാട്ടുകാരും വലിയ ആശ്വാസത്തിൽ തന്നെയാണ്. നിങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായല്ലേ? വലിയ പ്രശ്നക്കാരനായിരുന്നു ഈ കടുവ. തീർച്ചയായും വളരെ ഒരു നല്ല കാര്യമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് സന്ധ്യയായി കഴിഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങാൻ പോലും കുട്ടികളായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും വെളിയിലോട്ട് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ വളരെ ഭയപ്പെട്ട് ജീവിച്ച ഒരു അവസ്ഥയായിരുന്നു. അതുകൂടാതെ ഇത് തന്നെയല്ല, ആന ഇന്നലെ ഒരു 6 ആന ഈ ഏരിയയിൽ കറങ്ങി. കാരണം അവരെ ഓടിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, ഇത് കിടന്നുകൊണ്ട്. കാരണം പടക്കം പൊട്ടിച്ച് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കയറില്ലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഈ ഫാമിൻ്റെ തൊട്ടടുത്ത് വരെ ആനയും വന്നു, 6 ആന വന്നു. അതേ ഉള്ളൂ. അരുൺ, ഈ നാട്ടുകാർ പറയുന്നത് ഇവിടെ കടുവ മാത്രമല്ല, ഇന്നലെ 6ഓളം കാട്ടാനകളും ഇവിടെ ഇറങ്ങി എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ സ്ഥിരം വരുന്ന ഒരിടം കൂടിയാണ്. ആളുകളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, കുട്ടികളൊക്കെ വീടിൻ്റെ മുൻവശത്ത് അത് കളിക്കുന്നത് പോലും വീട്ടുകാർക്ക് പേടിയാണ്. കാരണം ഏത് സമയത്താണ് ഈ കടുവ ആ ഭാഗത്തേക്ക് വരുന്നത് എന്നറിയില്ല. ഇതിപ്പോൾ ഈ കാണുന്നത് വനമാണ്. ഇതിൻ്റെ എതിർവശം എന്നുള്ളത് കൃഷി മേഖലയാണ്. റബ്ബറും വാഴയും മരച്ചീനിയും ഒക്കെ കൃഷി ചെയ്യുന്ന ഇടം കൂടിയാണ്. ആ ഭാഗത്തേക്കാണ് കടുവ സ്ഥിരമായി ഇറങ്ങുന്നത്. അതായത് ഈ വനം മേഖലയിൽ നിന്നും അടുത്ത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരാളുടെ സ്വകാര്യ പുരയിടത്തിൽ കൂടിയാണ്. ആ ഭാഗത്താണ് കൂട് സ്ഥാപിച്ചിരുന്നത്. 1.5 മാസത്തിന് മുമ്പ് തന്നെ ഇവിടെ കടുവയുടെ കൂട് വെച്ചിരുന്നു. പക്ഷേ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനു മുമ്പും ഇവിടെ ഇറങ്ങിയ ഒരു പോത്തിനെ കടുവ പിടികൂടിയിരുന്നു, കടിച്ചു കൊന്നിരുന്നു. അങ്ങനെയാണ് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ പോയത്. ഏതായാലും ഒടുവിൽ നാട്ടുകാരുടെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. നാട്ടിൽ ഭീതി വിധിച്ച ആ കടുവ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. വലിയ ആശ്വാസം. തീർച്ചയായിട്ടും കുറച്ച് 2 മാസത്തെ കഷ്ടപ്പാടുകളാണ്. അതുമാത്രമല്ല, ഇനിയിപ്പോൾ ആനയുണ്ട്. ഇന്നലെ 6 ആനകൾ തമ്മിൽ അടിയായിരുന്നു ഇവിടെ. ശാന്തമായി
നമ്മളിപ്പോൾ വന്നപ്പോൾ വലിയ മുരൾച്ചയൊക്കെ ആയിരുന്നു. വനപാലകർ ഇതിൻ്റെ കൂടിൻ്റെ ചുറ്റുമുണ്ട്. അവർ ഇത് പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ മറച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് പരിക്ക് സംബന്ധിച്ച് അത് അവർ വിശദമായിട്ടുള്ള പരിശോധന തന്നെ നടത്തും, മെഡിക്കൽ പരിശോധന നടത്തും എന്നുള്ളതാണ്. പരിക്ക് എത്രമാത്രം അത് തീവ്രതയുള്ളതാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിന് ഇനി അതുമായി ബന്ധപ്പെട്ട വെറ്ററിനറി സർജനൊക്കെ വന്ന് അത് നോക്കേണ്ട ഒരു ആവശ്യം കൂടി. പ്രവീൺ, നമുക്ക് അവന്റെ ആ മുരൾച്ച ഒന്നുകൂടി ഒന്ന് കേൾക്കാം. കൂട്ടിലായ കടുവയാണ് ധൈര്യപൂർവ്വം പ്രവീണൊക്കെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? യഥാർത്ഥത്തിൽ കൂട്ടിലല്ലായിരുന്നെങ്കിൽ എത്ര ദൂരം അകലെ മാറി നിൽക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ചു, ശബ്ദം കേട്ടെ, അവൻ്റെ മുരൾച്ച, അവൻ്റെ ശൗര്യം ആ മുരൾച്ചയിലുണ്ട്. ഇപ്പോൾ അവൻ ശാന്തനായി ഉറങ്ങുകയാണ്. നേരത്തെ അവൻ അല്പം ക്രോധത്തോടുകൂടി അവൻ്റെ ഒരു മുരൾച്ച നമ്മൾ കേട്ടു. ഇതിപ്പോ ഉറങ്ങുന്ന സമയത്തെ മുരൾച്ചയാണ് അല്ല? എന്താണല്ലേ, മഹേന്ദ്രയുടെ ട്രാക്ടർ പോകുന്ന സൗണ്ടാണ് ഈ ശബ്ദം. എവിടെയൊക്കെയോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നല്ലേ? ഓർമ്മിക്കണ്ട, നിങ്ങളെ ശബ്ദം നാട്ടുകാർ രാത്രികാലങ്ങളിൽ കേൾക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലരുടെയെങ്കിലും.